നരേന്ദ്രമോദി നാളെ കേരളത്തിൽ വികസന പദ്ധതികൾ എണ്ണിപ്പറഞ്ഞ പ്രചാരണത്തിന് തുടക്കമിടും. വിവിധ പദ്ധതികൾ കേരളത്തിന് സമർപ്പിക്കും. കേരളത്തിന് ഏകദേശം 10,800 കോടി രൂപയുടെ പദ്ധതികളാണ് പ്രഖ്യാപിക്കുക. NDA ക്യാമ്പിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിക്കാനും റെയിൽവേ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനുമാണ് മോദി എത്തുന്നത്. നാവികസേനയുടെ വിമാനത്താവളത്തിലിറങ്ങുന്ന പ്രധാനമന്ത്രി തേവര മുതൽ MG റോഡിലൂടെ റോഡ് ഷോയും സംഘടിപ്പിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കത്തിൽ തന്നെ മോദി എത്തിച്ച് കളം പിടിക്കാനാണ് BJPയുടെ ശ്രമം. ഉച്ചയ്ക്ക് 1:30 അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്യും. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ കൊച്ചി എണ്ണ ശുദ്ധീകരണശാലയിലെ പോളിപ്രോപ്പിലിൻ യൂണിറ്റിനും പ്രധാനമന്ത്രി തറക്കല്ലിടും. 5,500 കോടി രൂപയിലധികം നിക്ഷേപം വരുന്ന ഈ പദ്ധതിയുടെ പ്രതിവർഷ ഉൽപാദനശേഷി 400 കിലോ ടണ്ണാണ്. പാക്കേജിംഗ്, ഓട്ടോമോട്ടീവ് ഘടകങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, തുണിത്തരങ്ങൾ, ഗാർഹിക ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന അത്യന്താപേക്ഷിതമായ വസ്തുവാണ് പോളിപ്രോപ്പിലിൻ. ഈ സൗകര്യം ഇന്ത്യയുടെ ആഭ്യന്തര പോളിമർ ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുകയും ഇറക്കുമതി ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും വ്യവസായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. കൂടാതെ ഈ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഇത് സഹായകമാകും. രണ്ടാമത്തെ പദ്ധതി ഏകദേശം 2,140 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച വെങ്ങളം മുതൽ രാമനാട്ടുകരയുള്ള കോഴിക്കോട് ബൈപ്പാസിന്റെ 6-വരിപ്പാതയാണ്. നിലവിലുള്ള വിഭജിക്കാത്ത 2-വരിപ്പാത ഇരുവശങ്ങളിലും സർവീസ് റോഡുള്ള 6-വരി ദേശീയപാതയാണ് ഈ പദ്ധതിയിലൂടെ ഉയർത്തുന്നത്. ഇത് ഗതാഗതക്കുരുക്ക് ഗണ്യമായി കുറയ്ക്കാനും വാഹനങ്ങളെ ഉൾക്കൊള്ളാനുള്ള ശേഷി വർദ്ധിപ്പിക്കാനും റോഡ് സുരക്ഷ മെച്ചപ്പെടുത്താനും സഹായിക്കും. ഈ ദൂരപരിധിയിലുള്ള യാത്രാസമയം 1 മണിക്കൂറിലധികം എന്നതിൽ ഏകദേശം 15 മുതൽ 20 മിനിറ്റായി കുറയുമെന്നും പ്രതീക്ഷിക്കുന്നു. കോഴിക്കോട് ബീച്ച്, ബേപ്പൂർ തുറമുഖം, കാപ്പാട് ബീച്ച് തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിലൂടെ ഈ മേഖലയിലെ വിനോദസഞ്ചാരത്തിനും വ്യാപാരത്തിനും ഈ പദ്ധതി കരുത്തേക്കും. റോഡ് അടിസ്ഥാന സൗകര്യ മേഖലയിൽ 2 പ്രധാന ദേശീയപാതാ പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. 2,140 പുറമെ 2,650 കോടി രൂപയിലധികം ചിലവിൽ നിർമ്മിച്ച ദേശീയപാത 66 തലപ്പാടി ചെങ്കള ഭാഗത്ത് 6-വരിപ്പാതയാണ് ഇതിൽ ഒന്ന്. മുംബൈ കന്യാകുമാരി സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമായി ഈ പാത കാസർഗോഡ്, കണ്ണൂർ ജില്ലകൾ തമ്മിലും മംഗളൂരുവും മുഴപ്പിലങ്ങാടും ഉൾപ്പെടെ സമീപ പ്രദേശങ്ങൾ തമ്മിലുമുള്ള ബന്ധം കരുത്തുറ്റതാക്കും. കാസർഗോഡ്, ബേക്കൽ, പയ്യന്നൂർ, കണ്ണൂർ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്കുള്ള യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം അഴീക്കൽ തുറമുഖവുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കാനും വിനോദസഞ്ചാരം, വ്യാപാരം എന്നിവയെ പിന്തുണയ്ക്കാനും ഈ പദ്ധതി സഹായിക്കും. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പ്രകാരം കേരളത്തിൽ നിർമ്മിച്ച 23 ഗ്രാമീണ റോഡുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. ഈ റോഡുകൾ ഗ്രാമീണ മലയോര മേഖലകളിലെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തും. കൂടാതെ കമ്പോളങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യ പരിരക്ഷ, തൊഴിലവസരങ്ങൾ എന്നിവയിലേക്കും മികച്ച സൗകര്യം ഉറപ്പാക്കാനും അതുവഴി ഗ്രാമീണ ഉപജീവന മാർഗങ്ങൾ കരുത്തുറ്റതാക്കാനും ഇത് സഹായിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ പുനർവികസിപ്പിച്ച ഷൊർണൂർ ജംഗ്ഷൻ, കുറ്റിപ്പുറം, ചങ്ങനാശ്ശേരി എന്നീ 3 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. യാത്രക്കാർക്കുള്ള മെച്ചപ്പെട്ട സൗകര്യങ്ങളോട് പ്രവേശനക്ഷമതയോടും കൂടിയാണ് ഈ സ്റ്റേഷനുകൾ ആധുനികവൽക്കരിച്ചത്. പ്രാദേശിക വാസ്തുവിദ്യാ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതോടൊപ്പം യാത്രക്കാർക്കായി ആധുനികവും സുരക്ഷിതവും സൗകര്യപ്രദവുമായ യാത്രായിടങ്ങൾ ഒരുക്കുന്നതാണ് ഈ പുനർവികസനം. സ്റ്റേഡിയത്തിന് മുന്നിൽ ചെറിയ റോഡ് ഷോ, പാലക്കാട് പൊള്ളാച്ചി മെമു ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ചങ്ങനാശ്ശേരി, കുറ്റിപ്പുറം, ഷൊർണൂർ അമൃത് ഭാരത് സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം, ഷൊർണൂർ നിലമ്പൂർ പാത വൈദ്യുതീകരണത്തിന്റെ സമർപ്പണം എന്നിവയുമുണ്ട്. ദേശീയപാത അതോറിറ്റി, BPCL എന്നിവയുടെ വിവിധ പദ്ധതികളുടെ ശിലാസ്ഥാപനവും മോദി നിർവഹിക്കും. മധ്യകേരളത്തിൽ NDAയുടെ കരുത്തിന്റെ പ്രകടനമാകും ഇത്. 2020യുടെ വരവോടെ മധ്യകേരളത്തിൽ വലിയ പ്രതീക്ഷയാണ് BJPക്കുള്ളത്. NDA പ്രകടന പത്രിക പുറത്തിറക്കിയേക്കും. സാമുദായിക നേതാക്കളുമായി മോദി കൂടിക്കാഴ്ച നടത്തുന്നതും ആലോചനയിലുണ്ടെങ്കിലും തീരുമാനമായിട്ടില്ല. ഉച്ചകഴിഞ്ഞ് 3:20 പ്രധാനമന്ത്രി തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലേക്ക് പോകുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.